ദേശീയ ധനകാര്യ കമ്മീഷൻ കേരളത്തിലെത്തുന്നത് തന്നെയാണ്. കമ്മീഷന് മുൻപിൽ നിവേദനം സമർപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഒന്നടങ്കം കോവളത്തേക്ക് എത്തുകയാണ്. പ്രതിപക്ഷ നേതാവും ഈ കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടാകും. കേന്ദ്രത്തിന് ലഭിക്കുന്ന നികുതി വരുമാനത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം 50% ഉയർത്തണമെന്നാണ് കേരളത്തിന്റെ നിലപാട്. ഇതിനു പുറമെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തോട് കേന്ദ്രം അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണമെന്നും കേന്ദ്ര ധനകാര്യ കമ്മീഷന് മുൻപാകെ സമർപ്പിക്കുന്ന മെമ്മോറാണ്ടത്തിൽ പരാമർശമുണ്ട്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, കഴിഞ്ഞ ധനകാര്യ കമ്മീഷനുകളെല്ലാം കേരളത്തിന്റെ വിഹിതത്തിൽ നേർപകുതിയോളം കുറച്ച്, ഒരു കാൽ നൂറ്റാണ്ടിനിടെ ഇപ്പോൾ വായ്പാ പരിധി അടക്കം വെട്ടിക്കുറച്ച സാഹചര്യത്തിൽ നട്ടം തിരിയുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം സന്ദർശനം ഏറെ നിർണായകമാകുന്നു. വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം ധനകാര്യ കമ്മീഷന് മുന്നിൽ വെക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു മന്ത്രിസഭ ഒന്നടങ്കം. അത് ഏത് തരത്തിലായിരിക്കും പരിഗണിക്കുക എന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഓരോ നീക്കങ്ങളിലും അതീവ നിർണായകവുമായി മാറുകയാണ്. അക്കമിട്ട് ഏതെല്ലാം പ്രധാന ആവശ്യങ്ങളാണ് സംസ്ഥാനം സമർപ്പിക്കുന്നത്? പതിനാറാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ അരവിന്ദ് പനഗാരിയുടെ നേതൃത്വത്തിലുള്ള 6 സംഘമാണ് കേരളത്തിൽ ത്രിദിന സന്ദർശനം നടത്തിയത്. കഴിഞ്ഞ 8-ാം തീയതി തുടങ്ങിയ സന്ദർശനമാണ് ഇന്ന് അവസാനിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് കോവളത്ത് ഇന്ന് അവരെ സ്വീകരിച്ചത്. തുടർന്ന് ലീല റാവിസ് ഹോട്ടലിൽ വെച്ചാണ് മന്ത്രിസഭാംഗങ്ങളുമായി അടക്കം ചർച്ച നടത്തുക. കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം വിശദമായി തന്നെ ഈ സമർപ്പിക്കുന്ന മെമ്മോറണ്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ധനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. കേരളം പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളാണ് മുമ്പോട്ട് വെക്കുന്നത്. ഒന്ന്, അധികമായി ലഭിക്കാനുള്ള 40,000 കോടി രൂപ പ്രതിവർഷം കേരളത്തിന് ലഭിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു കേരളത്തോട് അനുഭാവപൂർണമായ ഒരു സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. രണ്ടാമത്തേത്, നേരത്തെ നമ്മൾ സൂചിക്കുന്ന പോലെ നികുതി വിഹിതത്തിൽ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന നികുതി വിഹിതം കേന്ദ്രത്തിന് ലഭിക്കുന്ന നികുതി വരുമാനത്തിന്റെ 41%. അത് 50% ഉയർത്തണമെന്ന ആവശ്യം കേരളം മുമ്പോട്ട് വെക്കുന്നു. പക്ഷേ ആ ആവശ്യം കേരളം മുമ്പോട്ട് വെക്കുന്ന പശ്ചാത്തലത്തിലും വലിയൊരു ആശങ്ക ഉയരുന്നുണ്ട്. ഈ കേന്ദ്രത്തിന്റെ നികുതി വിഹിതം 36% കുറയ്ക്കണമെന്ന തരത്തിലുള്ള ചർച്ചകൾ കേന്ദ്ര തലത്തിൽ നടക്കുന്നതിനിടയിലാണ് കേരളം ഇങ്ങനെയൊരു ആവശ്യം മുമ്പോട്ട് വെക്കുന്നത്. BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും സമാനമായ തരത്തിലുള്ള ആവശ്യം നേരത്തെ കേന്ദ്രത്തിന് മുമ്പിൽ വെച്ചിരുന്നു. ഈ കാര്യത്തിൽ ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ സ്വീകരിക്കുക എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പമാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ആരോഗ്യരംഗത്തും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ വലിയ തരത്തിലുള്ള മുന്നേറ്റം കൈവരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പിന്നാക്ക സംസ്ഥാനങ്ങളായ ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത് പോലെയുള്ള സഹായം കേന്ദ്ര വിഹിതത്തിൽ നിന്ന് കേരളത്തിലേക്ക് തരാൻ കഴിയില്ല എന്നൊരു നിലപാടിലാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ കേന്ദ്ര സർക്കാരൊക്കെ നേരത്തെ അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അവിടെയാണ് കേരളം പ്രധാനപ്പെട്ട ഒരു ആവശ്യം മുമ്പോട്ട് വെക്കുന്നത്. തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങൾ, സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തങ്ങൾ, അത് കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തന്നെ തച്ചുടയ്ക്കുന്ന തരത്തിലേക്ക് മാറുന്ന സാഹചര്യം. വയനാട്ടിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത തരത്തിലുള്ള പ്രകൃതി ദുരന്തം, അവിടെ 400-ലധികം ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം, അതോടൊപ്പം ഇപ്പോഴും കാണാതായവർ 100-ലേറെ ഉണ്ട് എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം. ഇങ്ങനെയുള്ള വലിയ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ തുടർച്ചയായി കേരളത്തിൽ ഉണ്ടാകുന്നു. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളെ നേരിടുന്നതിന് വേണ്ടി കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് അനുഭാവപൂർണമായ ഒരു സമീപനം കേരളത്തോട് ഉണ്ടാകണമെന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ കേന്ദ്ര ധനകാര്യ കമ്മീഷന് മുൻപിൽ വെക്കുക. എന്തായാലും ഉച്ച കഴിഞ്ഞ് 2:45 അരവിന്ദ് പനഗാരിയുടെ നേതൃത്വത്തിലുള്ള സംഘം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലായിരിക്കും ധനകാര്യ കമ്മീഷൻ ഈ വിഷയത്തിൽ കേരളത്തിൽ പലയിടങ്ങളിൽ സന്ദർശനം നടത്തിയതിനു ശേഷം ഇവിടേക്ക് എത്തുമ്പോൾ മന്ത്രിസഭ ഇങ്ങനെ ഒരു നിവേദനം മുമ്പോട്ട് വെക്കുമ്പോൾ എന്ത് പ്രതീക്ഷിക്കാം ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന്, കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ളതിൽ ഉച്ച കഴിഞ്ഞ് നമുക്കൊരു വ്യക്തത കൈവരും. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കളും ധനകാര്യ കമ്മീഷനുമായി ചർച്ച നടത്തുന്നു. ഡാൻ, കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുക, നികുതി വിഹിതം അടക്കമുള്ള വിഷയങ്ങൾ വരുമ്പോഴും ഇപ്പോഴത്തെ ഒരു പുതിയ സാഹചര്യത്തിൽ കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്ന് ഈ ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് കൂടുതൽ പരിഗണന വേണമെന്നുള്ളൊരു വിഷയമുണ്ട്. വയനാട് കേന്ദ്ര സഹായം നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒരു വിഷയം രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിൽക്കുമ്പോൾ ഇതുകൂടി പരിഗണിക്കണം, ഇതിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഈ വിഷയം കൂടി പരിഗണിക്കണമെന്ന് കേരളം ആവശ്യപ്പെടുന്നത്, അതിനൊരു പ്രത്യേക ഒരു പ്രാധാന്യം കൂടി കൊടുക്കാൻ, ഊന്നൽ കൊടുക്കാൻ സംസ്ഥാനം ശ്രമിച്ചിട്ടുണ്ടോ ഈ ദിവസങ്ങളിലുള്ള കമ്മീഷന്റെ വിസിറ്റിൽ?
തുടക്കം മുതൽ തന്നെ, അതായത് 8-ാം തീയതി കൊച്ചിയിലാണ് ഈ സംഘം ആദ്യം എത്തിയത്. അവിടെ നിന്ന് കുമരകത്തേക്ക് വരുന്നു. അയ്മനം, തിരുവാർപ്പ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ സന്ദർശനം നടത്തുന്നു. അതിനുശേഷമാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. തുടക്കം മുതൽ തന്നെ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി, കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വിവേചനമാണ് കേരളത്തോട് കാണിക്കുന്നത് എന്ന് ഏറെക്കാലമായി കേരളം ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ആ കാര്യം കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ധനകാര്യ കമ്മീഷന് മുമ്പിൽ കേരളം വീണ്ടും പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ അന്തിമമായ തീരുമാനം എടുക്കേണ്ടത് ധനകാര്യ കമ്മീഷനാണ്. കേരളത്തിന്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, കേരളം ഇങ്ങനൊരു പ്രതിസന്ധി നേരിടുന്നു എന്ന് പറയുന്നതിന്റെ വസ്തുത എന്താണ് എന്ന കാര്യം കേന്ദ്ര ധനകാര്യ കമ്മീഷനെ ബോധ്യപ്പെടുത്താൻ സംസ്ഥാനത്തിന് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അപ്പോഴും തിരിച്ചടിയാകുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നടക്കം സർക്കാരിന് ചില വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു പശ്ചാത്തലമുണ്ട്. ദുരന്ത നിവാരണ ഫണ്ടിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ കേരളം മുമ്പോട്ട് വെക്കുന്ന ഈ ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രതിരോധമായി ധനകാര്യ കമ്മീഷൻ ആ വിഷയം ചൂണ്ടിക്കാണിക്കുമോ എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിന് ഈ 2011 ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി വിഹിതം എങ്ങനെ നൽകണം എന്ന കാര്യത്തിലൊക്കെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഇതിലൊരു അന്തിമമായ തീരുമാനം എടുക്കുന്നത്. അവിടെ കേരളം ഇപ്പോഴും ആവശ്യപ്പെടുന്നത് പഴയ സെൻസസ് പ്രകാരമുള്ള കേരളത്തിന് 3.92% ആകെ നികുതി അല്ലെങ്കിൽ കേന്ദ്ര വിഹിതത്തിന്റെ 3.92% കേരളത്തിന് ലഭിക്കുന്ന തരത്തിലേക്ക് ഈ വ്യവസ്ഥകളിൽ മാറ്റം കൊണ്ടുവരണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ കേരളം ഇങ്ങനെ കേന്ദ്ര ധനകാര്യ കമ്മീഷന് മുമ്പിൽ മുമ്പോട്ട് വെക്കുമ്പോൾ അവിടെ കേരളത്തിനോട് മാത്രമായി ഒരു പ്രത്യേക പരിഗണന കാണിക്കാൻ കേന്ദ്രം തയ്യാറാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അതോടൊപ്പം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതി ദുരന്തങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ നേരിടുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രത്യേക സഹായം നൽകാൻ കേന്ദ്രം തയ്യാറാകുമോ? ഇതൊക്കെ ഏറെ നാളായി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അതോടൊപ്പം വയനാടിന് വേണ്ടി കേന്ദ്രം ഒന്നും ചെയ്തില്ല, പ്രധാനമന്ത്രി വെറും സന്ദർശനം നടത്തിയതിനു ശേഷം മടങ്ങുകയായിരുന്നുവെന്ന വിമർശനം നേരത്തെ മുതൽ തന്നെ ഉയർത്തുന്നുണ്ട് സർക്കാർ. അതോടൊപ്പം പ്രതിപക്ഷവും അത് തന്നെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഈ വിഷയങ്ങളിലൊക്കെ ധനകാര്യ കമ്മീഷനെ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവരുടെ തിരികെയുള്ള സമീപനം ഏത് തരത്തിലായിരിക്കും എന്നതാണ്. അവർ തിരിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് പരാമർശിക്കാൻ പോകുന്നത് എന്നതാണ് ഇനി അറിയാനുള്ളത്. റൈറ്റ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, ഒപ്പം കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് എങ്ങുംവിളിയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഡോക്ടർ മേരി ജോർജ്, ധനകാര്യ കമ്മീഷനുകൾ കേരളത്തോടെടുക്കുന്ന നിലപാടുമായി സംബന്ധിച്ച് നൂറ്റാണ്ടോളമായിട്ട് ഈ വിഷയത്തിലെല്ലാം ചർച്ചകളും അതിലുള്ള പരിഭവങ്ങളും ഒക്കെ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ ഇത്തവണ ഇതൊരു രാഷ്ട്രീയപരമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ്. അത് വയനാടിന്റെ വിഷയത്തിനകത്ത് കേന്ദ്രം സഹായം നിഷേധിച്ചു എന്നുള്ളൊരു ആരോപണം അവിടെ നിൽക്കുന്നു. സംസ്ഥാനത്തിനുള്ള വിഹിതം വെട്ടിക്കുറച്ചു, കടമെടുപ്പ് പരിധി, ഈ വിഷയങ്ങളെല്ലാം രാഷ്ട്രീയ വിഷയങ്ങൾ കൂടിയായി നിൽക്കുന്ന ഒരു സമയത്തു കൂടിയാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ സന്ദർശനം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നത്. കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ആവശ്യങ്ങൾ, അതായത് കേന്ദ്രവിഹിതം 50 ആക്കണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ള പരിഗണന ഉണ്ടാകാനായിരിക്കും സാധ്യത? അതായത് ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പരാതികൾ ഒന്നും തന്നെ കേരളത്തെ മാത്രം ബാധിക്കുന്ന പരാതികളല്ല. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് എല്ലാം വലിയ തോതില് 15ാം ധനകാര്യ കമ്മീഷനില് 14ാം ധനകാര്യ കമ്മീഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 15ാം ധനകാര്യ കമ്മീഷനില് കിട്ടുന്ന ഷെയർ വളരെയധികം കുറഞ്ഞുപോയി. അത് പക്ഷെ മാനദണ്ഡങ്ങളിൽ വരുത്തിയ 15ാം ധനകാര്യ കമ്മീഷന് തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റിന്റെ ഉപദേശത്തോടു കൂടി ആയിരിക്കണം സംസ്ഥാനങ്ങളെ അംഗീകരിക്കാതെ അതുപോലെയുള്ള മാറ്റങ്ങൾ വരുത്തിയത്. അപ്പൊ ആ മാനദണ്ഡങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ പരിഗണിക്കുകയും അതിനനുസരിച്ച് ഇപ്പോ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉയർത്തുന്ന, പ്രത്യേകിച്ച് കേരളം ഉയർത്തുന്ന തരത്തിലുള്ള മാനദണ്ഡങ്ങൾ അതായത് പുതുക്കി നിശ്ചയിക്കുകയും ചെയ്താൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഡെവല്യൂഷൻ ഉണ്ടാകൂ. നമുക്ക് അത്യാവശ്യമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ 50% ഉയർത്തണം എന്നുള്ള കാര്യം. അതായത് സെൻട്രൽ പൂൾ എന്ന് പറയുന്നത് തന്നെ എല്ലാത്തരം ഡയറക്റ്റ് ടാക്സസും കേന്ദ്ര ഗവൺമെന്റ് ആണ് കളക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് 14ാം ധനകാര്യ കമ്മീഷൻ തൊട്ട് നിശ്ചയിച്ചത് അത് 50% ഉയർത്തണമെന്നാണ് ഇപ്പോൾ നാം ആവശ്യപ്പെടുന്നത്. അത് പക്ഷേ സംഭവിക്കാൻ സാധ്യത കുറവാണ്. കാരണം
14 ധനകാര്യ കമ്മീഷൻ 32% നിന്ന് 41 ഉയർത്തിയപ്പോൾ തന്നെ പ്രധാനമന്ത്രിയും നീതി ആയോഗിന്റെ അദ്ദേഹത്തിന്റെ സഹായിയും കൂടി ഒന്നിച്ചു ചെന്ന് ധനകാര്യ കമ്മീഷനോട് ആവശ്യപ്പെട്ടതാണ്. റെഡ്ഡി ആയിരുന്നു അന്നത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതാണ് ഇത് 33% താഴ്ത്തണമെന്ന്. അദ്ദേഹം അത് സമ്മതിക്കാതെയാണ് 41 നിർത്തിയത്. അപ്പൊ ഇപ്പോ പ്രധാനമന്ത്രി ഒരു കാരണവശാലും ഇത് 50% റേസ് ചെയ്യാൻ സമ്മതിക്കുന്ന കാര്യം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. സത്യത്തിൽ 50% റേസ് ചെയ്യണം. കാരണം ഒരു ഫെഡറൽ സമ്പ്രദായത്തിൽ സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കാതെ അവർക്ക് വരുമാനം കിട്ടണം. ആ വരുമാനമാണല്ലോ എല്ലാ ഡയറക്റ്റ് ടാക്സസും സെൻട്രൽ ഗവൺമെന്റാണ് തിരിച്ചെടുക്കുന്നത് എന്ന് വെച്ചാൽ ഇതൊക്കെ സംസ്ഥാനങ്ങൾക്ക് അർഹപ്പെട്ടതും കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് 50% റേസ് ചെയ്യേണ്ടത് ന്യായമായ ഒരു ആവശ്യമാണ്. അത് വെർട്ടിക്കൽ ഡെവല്യൂഷൻ, അതായത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ആകെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിനെയാണ് ഈ വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് അത് സംസ്ഥാനങ്ങളുമായിട്ട് എങ്ങനെ പങ്കിടുന്നു എന്നത്, ആ പങ്കിടുന്നു എന്നതിലെ നോംസ് വളരെ പ്രധാനമാണ്. ആ നോംസിലുള്ള വൈകല്യമാണ് ഇപ്പോൾ കേരളം പോലെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം. ഒന്നാമത്തെ കണ്ടീഷൻ തന്നെ 1971 പോപ്പുലേഷൻ ബേസ്, അതിന് പകരമായിട്ട് 2011 പോപ്പുലേഷൻ കൊണ്ടുവന്നു 15 ധനകാര്യ കമ്മീഷൻ. അതോടെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്ത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്ത് പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം, അതിന്റെ മുൻപന്തിയിൽ കേരളവും വളരെയധികം രീതിയിൽ ബുദ്ധിമുട്ടിലാക്കി. കാരണം 2.9% ഒരു 5% നിന്ന് 1.93% താഴ്ന്നുപോയി സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം. അങ്ങനെ വിഹിതം താണു. പിന്നെ അത് കൂടാതെ അതിനേക്കാളും ഒക്കെ മാരകമായ ഒരു കടുംവെട്ട് വെട്ടിയത് ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു നോമുണ്ട്. 45% വെയിറ്റ് ആണ് 100-ൽ ഈ ഒറ്റ കാര്യത്തിന് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല്? ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനവും ഏറ്റവും താഴ്ന്ന പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനവും തമ്മിൽ നോക്കുക. ആ കമ്പാരിസണിൽ ഏറ്റവും താഴ്ന്നതിന് 45% വെയിറ്റേജ് കിട്ടുന്നു. ഏറ്റവും ഉയർന്ന പെർ ക്യാപിറ്റ ഇൻകം ഉള്ളതിന് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ 45% പോയി. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ കേരളം 6ാമത്തെ ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനമാണ്.